ഈശ്വർ മാലപ്പയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക രക്ഷാപ്രവർത്തകരാണ് നിലവിൽ സ്പോട്ട് 4 എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള മൺതിട്ടയുടെ മുകളിൽ ഉള്ളത്. ഒന്നിലധികം ആളുകൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയത്ത് ഡൈവ് ചെയ്യും. നിലവിൽ 3 മുങ്ങൽ വിദഗ്ധരാണ് ഡൈവ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. അതിൽ ഒരാളായിരിക്കും ഈ ട്രയൽ ഡൈവിങ്ങിൽ പുഴയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വൃദ്ധഭാഗത്ത് അടിയിലായിട്ടായിരിക്കും ഇവർ തിരച്ചിൽ നടത്താൻ പോകുന്നത്. ദീപക്, ഇപ്പോൾ ട്രയൽ ഡൈവിംഗ് ആണ് നടത്താൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിൽ എത്രത്തോളം വിജയകരമാകുമോ അതിനനുസരിച്ച് യഥാർത്ഥ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കും, അങ്ങനെയല്ലേ? ബിനിൽ, ഇപ്പോൾ ആ മേഖലയിൽ ഒരു കൃത്യമായ രീതിയിൽ ഡൈവിംഗ് നടത്താനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടില്ല. നേരത്തെ നദിയിലേക്ക് ഇറങ്ങിയ ഡീപ്പ് ഡൈവർ തിരികെ കയറുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ ബോട്ടുകൾ, ഡിങ്കി ബോട്ട് ഉൾപ്പെടെ എത്തിച്ച് അവിടെ ആ മേഖലയിൽ അത് ഉറപ്പിച്ച് നിർത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ 6.8 നോട്ട്സാണ് അടിയൊഴുക്കായിട്ടുള്ളത് ഗംഗാവലിയിൽ. അതുകൊണ്ട് തന്നെ അത്ര കണ്ട് എളുപ്പത്തിൽ ആ മേഖലയിൽ നിന്നുകൊണ്ട് പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന് പറയുന്നത് സാധ്യമാകാത്ത സ്ഥിതിവിശേഷം ഉണ്ട്. ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ഈ ജില്ലാ ഭരണകൂടം ഈ ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും ആ മേഖലയിൽ ഇറങ്ങുന്നതിന്, ഇത്തരത്തിൽ ഡൈവ് നടത്തുന്നതിന് ആദ്യഘട്ടത്തിൽ അനുമതി പൂർണ്ണമായും നൽകിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. അതേസമയം തന്നെ തിരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടത്താൻ കഴിയുന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ മേഖലയിൽ ഇത്തരത്തിൽ ബോട്ടുകൾ ഒരുമിച്ച് നിർത്തി അത് നങ്കൂരമിടാൻ കഴിയുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഈ വാഹനം നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ജലോപരിതലത്തിൽ നിന്ന് 3 മുതൽ 5 മീറ്റർ വരെ താഴ്ചയിലുമാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ ആ മേഖലയിലെത്തി നയനനേത്രങ്ങൾ കൊണ്ട് അതിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് എത്തിച്ച് അതിനെ കണക്ട് ചെയ്ത് അത് മുകളിലേക്ക് എത്തിക്കുക എന്നൊന്നും പറയുന്നത് സാധ്യവുമല്ല, അത് എളുപ്പവുമല്ല. അതുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വിദഗ്ധ സംഘത്തിനെ കൃത്യമായി അവിടെ നിന്നും ഒരു റോപ്പ് ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് ആ കനത്ത അടിയൊഴുക്കുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി ആങ്കർ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടേണ്ടതുണ്ട്. ആ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യുകയും ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യും. അത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംഘാംഗങ്ങളുടെ ജീവഹാനിക്ക് വരെ കാരണമായേക്കാമെന്നുള്ള ഭീതി ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ദൗത്യത്തിലേക്ക് പോകുമ്പോൾ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അവലംബിച്ചതിന് ശേഷം മതി എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ തരത്തിൽ ഉള്ള മൺകൂനയ്ക്ക് മുകളിലേക്ക് ദൗത്യസംഘം എത്തിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണാർത്ഥത്തിൽ ഒരു ഇടപെടൽ നടത്താൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയും നേരത്തെ തന്നെ പോണ്ടൂണുകളൊക്കെ ഈ മേഖലയിലേക്ക് എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് വൈകുന്ന സാഹചര്യവും ഉണ്ടായി. കൃത്യമായി ആ മേഖലയിലേക്ക് പോണ്ടൂണുകൾ എത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എളുപ്പമായേനെ. ഇന്ന് രാത്രിയോടുകൂടി പോണ്ടൂണുകൾ എത്തിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കൃത്യമായി ഈ നദിയെ നങ്കൂരമിടാൻ കഴിയും എന്നുള്ള കാഴ്ചപ്പാട്. പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘം ഗംഗാവലി പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൽ 3 പേരടങ്ങുന്ന ഡൈവർമാരാണ് ആദ്യഘട്ടത്തിലേക്ക് എത്തുക. 2 പേർ ഇപ്പോൾ നദിയിൽ ഇറങ്ങി എന്നുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. പരിശോധന മൺതിട്ടയ്ക്ക് ഇടയിലാണ്. വലിയ കുത്തൊഴുക്കാണ് ഗംഗാവലി പുഴയിൽ ഇന്നുമുള്ളത്. രൗദ്രഭാവത്തിൽ നിന്ന് ഗംഗാവലി ഇന്നും മുക്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ വിദഗ്ധരായിട്ടുള്ള ഈ ഡൈവർമാർക്കുൾപ്പെടെ ആഴത്തിൽ കടന്നു ചെന്ന് മുങ്ങിത്തപ്പാനുള്ള പ്രയാസം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈശ്വർ മാൽപ്പേ സംഘം ഇതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ചില നദികളിൽ ഉൾപ്പെടെ ഈ വിധത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും പല ആളുകളെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും മൃതദേഹങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഘമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക തലത്തിൽ വിദഗ്ധരായിട്ടുള്ള ഈ സംഘത്തെ നാവികസേന ആശ്രയിക്കുകയും ചെയ്തിട്ടുള്ളത്.